എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പാർട്ട് നമ്പർ 1 ആണ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പാർട്ട് 2 ആണ്. അപ്പൊ ഞാൻ എക്സലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരെണ്ണമാണ് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത്. മാർക്ക് ലിസ്റ്റ് ഒരു 10 പേരുടെ 10 സ്റ്റുഡൻസിന്റെ പേരുണ്ട്. ഇവിടെ വന്ന് 10 സ്റ്റുഡൻസിന്റെ പേര് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. 10 സ്റ്റുഡന്റ് അവർക്ക് കിട്ടിയ മാർക്സ് സയൻസ്, ഇംഗ്ലീഷ്, സോഷ്യൽ അങ്ങനെയുള്ള കുറെ 5 സബ്ജക്റ്റ് ഉണ്ട്. അവരുടെ മാർക്ക് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഈ ടോട്ടൽ കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ടോട്ടലൊക്കെ കാണുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ടോട്ടൽ എടുത്തിട്ട് ഈസ് ഈക്വൽ ടു സം എന്നടിക്കുക. സം എടുത്ത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ബിഗിൻ റേഞ്ച് എവിടെയാണ് 92, എൻഡ് റേഞ്ച് എവിടെ 94. അപ്പൊ നമ്മൾ 92 to 94 വരെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ ഇതാണ് നമുക്ക് ടോട്ടൽ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് അതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ആ ഒരെണ്ണത്തിനെ ടോട്ടൽ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. അല്ലാതെ നമുക്കൊരു ഷോർട്ട് കട്ട് വേറെ ഉണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ കണ്ടിട്ട് ഓട്ടോ സം എന്ന് കണ്ടില്ലേ, ഇവിടെ സം എടുത്തിട്ട് അപ്പോഴും ഇത് തന്നെ വരും. B3 ഡോട്ട് F3. B3 ഇത് 92 B3 ഇത് F3. മനസ്സിലായല്ലോ? ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. അല്ല വേറൊരു കമാൻഡ് ഉണ്ട്. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈക്വൽ അടിക്കുക. എന്നാലും ഈ സെയിം ഇക്വേഷൻ തന്നെ വരും. ബിഗിൻ റേഞ്ച് ഡോട്ട് എൻഡ് റേഞ്ച്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എല്ലായിടത്തും വന്നു. ഇതിനാണ് നമ്മൾ ടോട്ടൽ കാണുന്നത്. പെർസെൻറ്റേജ് കാണണം. ഈ കുട്ടിക്ക് ടോട്ടൽ ഇത്ര മാർക്കാണ് കിട്ടിയത്, എത്ര പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഈ ടോട്ടൽ ഡിവൈഡഡ് ബൈ അടിക്കണം. എത്ര സബ്ജക്റ്റ് ഉണ്ട്? 1, 2, 3, 4, 5 സബ്ജക്റ്റ്. 5 അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചു. അപ്പൊ എന്താ ഇതിന്റെ പെർസെൻറ്റേജ് കിട്ടി. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. അടുത്ത നമുക്ക് എന്ത് കാണണം? ആവറേജാണ് കാണേണ്ടത്. ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? ഈസ് ഈക്വൽ ടു ആവറേജ് നടിക്കാം. ആവറേജ് ബ്രാക്കറ്റ് ഇട്ടിട്ട് അതും ഇതുപോലെ ഏതാണ് ഇവിടം തൊട്ട് ഇവിടെ ഹിന്ദി വരെ മേളിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ വരും. ഇവിടെ വന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സെയിം ഇതാണ്. നമ്മൾ പെർസെൻറ്റേജ് കണ്ടപ്പോഴും എന്താണ്? ടോട്ടൽ ഡിവൈഡ് ബൈ 5 ആണ് പെർസെൻറ്റേജ്. പക്ഷെ ഈ ഫംഗ്ഷൻ കീ ആണ് നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഫോർമുല വെച്ച് കാണുമ്പോൾ നമ്മൾ ഈസ് ഈക്വൽ ടു ആവറേജ്. അപ്പൊ ഇത് ഒരേ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഇത് ആവറേജ് ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇത് പിന്നെ നമ്മൾ ജസ്റ്റ് G3 ഡിവൈഡ് ബൈ 5 നമ്മൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. ഇനി മാക്സിമം മാർക്ക്. അപ്പൊ നമുക്ക് ഇത്രയും ഈ ഒരു മാർക്ക് കണ്ടില്ലേ, ഈ 90 to 94 വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇത് ഏതിനാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്. ഇതിപ്പോ 5 സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു 6000, 7000, 10,000 സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മാക്സിമം ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ ഈസ് ഈക്വൽ ടു മാക്സിമം അടിക്കുക, ബ്രാക്കറ്റ് ഇടുക. അതും ഇവിടെ തൊട്ട് 92.94 ഇവിടെ നിന്ന് ഇവിടെ വരെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മൾ മാക്സിമം മാർക്ക്. ഇനി അടുത്തത് മിനിമം. എന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരുടെയും കാണിച്ചു തരും. അത് മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം മാർക്ക് ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇവിടെ വന്ന് കണ്ടോ, ഇത് സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സിമം, മിനിമം. ഇപ്പൊ എനിക്ക് എടുക്കുന്ന ഏതാ മിനിമം എടുക്കാൻ പോകുന്നത്. അത് എല്ലാം എടുക്കരുത്. നമ്മളവിടെ നമുക്ക് നോക്കണം എവിടുന്ന് എവിടെ വരെയാണ്. അപ്പൊ നമ്മൾ 90 to 94 വരെയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. എൻ്റർ അടിച്ചു. അത് നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി അടുത്ത കൗണ്ട്. എത്ര സബ്ജക്റ്റ് ഉണ്ട്, ചില സമയത്ത് എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ 1, 2, 3, 4, 5 അല്ലെ, 5 സബ്ജക്റ്റ് അല്ലേ നമുക്കുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ ചോദിക്കാം എത്ര സബ്ജക്റ്റ് ഉണ്ട് എന്ന് ചോദിക്കുന്നതിന് ഈസ് ഈക്വൽ ടു കൗണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതെടുക്കേണ്ട കാര്യമില്ല, ഇമെയിലിൽ നിന്ന് എടുത്താലും മതി. വേറെ ഞാൻ കാണിച്ചു തരാം. കൗണ്ട് എടുത്തു, ബ്രാക്കറ്റ് ഇട്ടിട്ട് എവിടെ തൊട്ട് എവിടെ വരെയാണ് 92 കാണിച്ചു കൊടുക്കണം. കറക്റ്റ് ആയിരിക്കണം. 92 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പം എത്രയാണ്? 5 ആണ്. ഡബിൾ ക്ലിക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കണ്ടു? കൗണ്ട് കണ്ടു. ഇനി നമുക്ക് ഇപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ മാർക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ മാർക്കിനെ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കണം.
അപ്പം ഇതിനകത്ത് റാങ്ക് ഏതാണ്? ഇതാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത് കേട്ടോ. അപ്പൊ റാങ്ക് കണ്ടുപിടിക്കുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഈക്വൽ ടു റാങ്ക് എന്ന് അടിച്ചു കൊടുക്കുക. റാങ്ക് ബ്രാക്കറ്റ് ഇട്ടിട്ട് ആദ്യത്തെ ഏതാണ് നമ്മുടെ ടോട്ടൽ? ഇതല്ലേ നമ്മുടെ ടോട്ടൽ. ഈ ടോട്ടൽ എടുക്കുക, ഒരു കോമ ഇടണം. ടോട്ടൽ ഇട്ടിട്ട് ഒരു കോമ ഇടുക. എന്നിട്ട് അടുത്തത് ഇവിടം തൊട്ട് പിന്നെ അതേ എമൗണ്ട് തന്നെ വെച്ചിട്ട് ഇവിടം തൊട്ട് ഇവിടെ വരെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഈ G3 ഡോട്ട് കാണിച്ചു കൊടുത്തല്ലോ, അത്രയും ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് F4 പ്രസ് ചെയ്യാം. F4 പ്രസ് ചെയ്യുമ്പോൾ ആ വാല്യൂനെ നമ്മൾ ഫിക്സഡ് ആക്കി, അബ്സൊല്യൂട്ട് ആക്കി. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മനസ്സിലായാലും ഈക്വൽ ടു റാങ്ക് ഇടുക. ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് സെറ്റ് കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ സെല്ലിനോട് കൂടി തന്നെ അടുത്ത സെല്ലൂടെ കാണിച്ചു കൊടുക്കുക, ഫുള്ള് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ രണ്ടാമത്തെ ആ റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിനെ നമ്മൾ ആ ഡോളർ സിമ്പിൾ വെച്ചിട്ട് ഡോളർ സിമ്പിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? F4 പ്രസ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അടിക്കുക. എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ റാങ്ക് ആർക്കാണ് കൂടുതൽ കിട്ടിയെന്ന്. റാങ്ക് കണ്ടില്ലേ, ഫസ്റ്റ് റാങ്ക് ഈ 420 ആണ്. ഇങ്ങനെ നമ്മൾ റാങ്ക് ഫംഗ്ഷനൊക്കെ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇക്വേഷൻ ഏതാ? ഈക്വൽ ടു റാങ്ക്. ആദ്യം നമ്മൾ ഈ ഒരു സെല്ല് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതോടുകൂടി തന്നെ അടുത്ത സെല്ലൂടെ എൻഡ് വരെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ റേഞ്ചിനെ, ആ രണ്ടാമത്തെ റേഞ്ചിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? F4 പ്രസ് ചെയ്യണം. F4 പ്രസ് ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ അതിനെ അബ്സൊല്യൂട്ട് ആക്കുക, ഫിക്സഡ് ആക്കി. അതോ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ ഫംഗ്ഷൻ കീയും F4 കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. ഫംഗ്ഷൻ കീയും F4. അല്ലാത്ത കീബോർഡ് ആണെങ്കിൽ ഒള്ളി F4 പ്രസ് ചെയ്താൽ മതി. അല്ല നമ്മൾ ഡോളർ സിമ്പിൾ ടൈപ്പ് അടിച്ചാൽ മതി. കണ്ടില്ലേ? അപ്പൊ നമുക്ക് റാങ്ക് വരെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും സമയത്ത് നമുക്ക് ഈ ടോട്ടല് താഴോട്ട് നമുക്ക് ടോട്ടൽ കാണണം. ഇപ്പൊ മേളിൽ നിന്നല്ലേ നമ്മൾ ടോട്ടൽ കണ്ടത്. നമുക്ക് താഴോട്ട് ടോട്ടൽ ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് കട്ട് എടുക്കാതെ ഇനി സം എടുക്കുക. സം എടുക്കുമ്പോൾ നമ്മൾ നോക്കണം അത് കവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഒരു എൻ്റർ അടിക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ എല്ലാത്തിന്റെ വെറുതെ ഇങ്ങനെ ഒരു ടോട്ടൽ എടുക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ കണ്ടു. ഇനി ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസിന്റെ ആവറേജ്, ഇംഗ്ലീഷിന്റെ ആവറേജ്, സയൻസിന്റെ ഒരു ആവറേജ് എത്ര കിട്ടി നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആവറേജ് എടുത്തു. എന്നിട്ട് നമ്മൾ സെൽ നമ്പർ കാണിച്ചു കൊടുക്കണം. അത് 92 തൊട്ട് താഴോട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത്തവണ നമ്മൾ താഴോട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നു എൻ്റർ അടിച്ചു. അതും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ വരെ ഡ്രാഗ് ചെയ്യും. അവിടെ വരെ നമ്മൾ ഡ്രാഗ് ചെയ്തു. അടുത്തത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അടുത്തത് മാക്സിമം. അതും ഇതുപോലെ തന്നെ ഇതെടുത്തിട്ട് മാക്സ് കണ്ടു. എന്നിട്ട് സെൽ നമ്പർ മേളിലോട്ടാക്കിയിട്ട് ഇവിടെ തൊട്ടാണ് 92 മുതലാണ് കണ്ടത്. 92 മുതൽ ഈ 68 വരെ കണ്ടു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. പിന്നെ മിനിമം കാണണമെങ്കിലും നമ്മളിവിടെ വന്നിട്ട് MIN എന്ന് കണ്ടില്ലേ, എടുത്തു. അപ്പൊ ഇതല്ല കാണിച്ചു കൊടുക്കേണ്ടത്, നമ്മുടെ ആ മാർക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. 92 തൊട്ടിട്ട് ഇവിടെ വരെ കണ്ടു. പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി അടുത്ത കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. ഇവിടെ വന്ന് കൗണ്ട് നമ്പേഴ്സ് കണ്ടില്ലേ, നമ്മൾ കൗണ്ട് നമ്പേഴ്സ് എടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ ഇവിടെ കണ്ടു, എൻ്റർ അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് മൂന്നും കൂടെ വേണമെങ്കിൽ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഒന്നിച്ച് എന്നിട്ട് എവിടെ വരെയാണോ അപ്പം എത്ര കൗണ്ട് എന്ന് വെച്ചാൽ എത്ര നമ്പർ ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് കൗണ്ട്. ഇത് ടോട്ടല്, താഴോട്ടുള്ള ടോട്ടൽ ഏതാ? സയൻസിന്റെ ടോട്ടല് കണ്ടോ. പിന്നെ ഇംഗ്ലീഷിന്റെ ടോട്ടല്, സോഷ്യലിന്റെ ടോട്ടല്, എല്ലാത്തിനും. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടോട്ടൽ ഇന്ന് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. ഇതിന്റെ ആവശ്യമില്ല. അപ്പം സം കണ്ടു. സം എന്ന് പറയുന്നത് ഏതാണ്? ടു ഫൈൻഡ് ദ ടോട്ടൽ. അപ്പൊ നമ്മൾ ഇപ്പം B2 നടത്തി നിങ്ങൾ നോക്കണം. B3 ഡോട്ട് F3 ഏതൊക്കെ സെല്ലാണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കണം. അല്ല ചുമ്മാ എല്ലായിടത്തും ഒരുപോലെ അടിക്കരുത്. നമ്മൾ നോക്കണം നമ്മുടെ സ്റ്റാർട്ട് റേറ്റ് എന്താണ്, എൻഡ് ചെയ്യുന്ന ഏതാണ്. അപ്പൊ ഇവിടെ B3 ഡോട്ട് എന്താണ്? F3 ആണ്. ഇവിടെ നോക്കണം B:F3. അപ്പൊ നമുക്ക് അതനുസരിച്ച് വിടും. അപ്പൊ B3 ഡോട്ട് F3. അടുത്ത ടോട്ടൽ കാണുന്ന പെർസെൻറ്റേജ് കാണണമെങ്കിലോ ടോട്ടൽ ഡിവൈഡ് ബൈ 5. ആവറേജ് കാണണമെങ്കിലോ ആവറേജ് ഫംഗ്ഷൻ കാണണമെങ്കിൽ
അപ്പൊ ആവറേജ് കാണണമെങ്കിലോ ആവറേജ് ഈസ് ഈക്വൽ ടു ഇടുക, ആവറേജ് ഇട്ടിട്ട് നമ്മൾ ആ B3.F3 ഇവിടെ B2 എഴുതിയേക്കുന്നത് B3.F3 നമ്മൾ നമ്മുടെ സെൽ നമ്പർ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടെത്തുന്ന ഈസ് ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റ് ഇട്ടിട്ട് B2.F2. ഇനി മിനിമം വാല്യൂ എങ്ങനെയാ ഈസ് ഈക്വൽ ടു MIN B2.F2. കൗണ്ടോ ഈസ് ഈക്വൽ ടു കൗണ്ട് B2. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെ ടോട്ടല്, പെർസെൻറ്റേജ് കാണുന്നത്, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട്. പിന്നെ റാങ്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഈസ് ഈക്വൽ ടു റാങ്ക് ഇട്ടിട്ട് ഫസ്റ്റ് സെല്ല് കാണിച്ചു കൊടുക്കണം. പിന്നെ ആ അടുത്ത സെല്ലൂടെ ഡോളർ സിമ്പിൾ ഇട്ട് കാണിച്ചു കൊടുത്തിട്ട് ഡോളർ സിമ്പിൾ ഇടണം. അപ്പൊ F4 പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഫംഗ്ഷൻ കീയും F4 പ്രസ് ചെയ്തിട്ട് നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ലിസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. കാരണം ഇതാണ് നമ്മൾ ചെയ്തതിന്റെ ഇതിന്റെ വേണമെങ്കിൽ ഒരു കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ ഓരോന്നും നമ്പർ അടിച്ചിട്ട് മാർക്ക് കൂടെ ഞാൻ ഇട്ടേക്കാം. മാർക്ക് അടിച്ചിട്ട് എന്തൊക്കെ കാണണം, ടോട്ടൽ, പെർസെൻറ്റേജ്, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട്, റാങ്ക്. ഇത്ര നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് മൊബൈലിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. താഴോട്ടും നിങ്ങൾക്ക് ടോട്ടൽ എടുക്കാം കേട്ടോ. ടോട്ടൽ, ആവറേജ് ഒക്കെ ഇത് ഇങ്ങോട്ടും സൈഡിലോട്ടും ചെയ്യാം, താഴോട്ടും ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് കുറേ ഫോർമാറ്റ് ഇവിടെ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഫോർമാറ്റ് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.